അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഈ നിത്യജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ തന്നെ അറിയാം. പക്ഷെ നമ്മളെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ ആ ദിക്റുകളെ, ആ ദുആകളെ എങ്ങനെ നമ്മൾ ചെയ്യണം, എങ്ങനെ ചൊല്ലണം, ഏത് സമയത്ത് ചൊല്ലണം എന്നറിയാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. ചില കാര്യങ്ങൾ സ്വലാത്തുകളൊക്കെ നമുക്കറിയാം. നമുക്ക് പ്രയാസം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരാണ് സമീപിക്കുക. നമുക്ക് എല്ലാ അറിവുകളും പടച്ചിറപ്പ് തന്നിട്ടുണ്ടാവും, പക്ഷെ അത് വേണ്ട പോലെ നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അറിയുന്ന ദിക്റുകളും സ്വലാത്തുകളും ആണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങളെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രയാസങ്ങൾക്ക് ഈ ദിക്റുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിച്ചാലാണ് പെട്ടെന്ന് ആ ഒരു ദുആക്ക് ഇജാബത്ത് കിട്ടി നിങ്ങളെ കാര്യം സാധിച്ച് കിട്ടുക എന്നത് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് ഓരോരോ വീഡിയോയിലൂടെ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് മക്കളെ കല്യാണക്കാരും ശരിയാവാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കടമുണ്ട്, വീട് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, സ്ഥാപനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ആ രോഗത്തു നിന്നൊരു നമുക്ക് മുക്തി വേണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം വെച്ചിട്ട് നമ്മൾ ചെയ്തു തുടങ്ങണം. ഇനി എന്ത് ചെയ്യും, ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി പക്ഷേ അതൊന്നും നടക്കണില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഓരോരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, ഈ ഒരു ദുആ ഒരുപാട് ആളുകൾക്കറിയാം, പക്ഷേ അതെങ്ങനെ പ്രയോഗിക്കേണ്ടതെന്നുള്ളത് അറിയില്ല. ഏത് സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാലാണ് നമുക്കത് എഫക്റ്റീവ് ആവുക, നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുക, അത് മറ്റുള്ളവർക്ക് അറിയില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞുതരാം. നമ്മൾ മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്ന തൊട്ട് മുന്നായിട്ട് 5 മിനിറ്റ് മുന്നായിട്ട് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് 451 തവണ ചൊല്ലാം. അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്നിട്ട്, അതായത് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ദുആ ചെയ്യുക. എന്താണോ നിങ്ങളെ പ്രയാസം, എന്ത് കാര്യമാണോ നിങ്ങൾക്ക് സാധിച്ച് കിട്ടേണ്ടത്, അത് ആത്മാർത്ഥമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ദുആ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ദുആൻ്റെ ഈ ഒരു വാക്ക് നിങ്ങൾ 451 തവണ സുജൂദിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾ ചൊല്ലാം. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾ 21 ദിവസം ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏതൊരു കാര്യം പഠിച്ചപ്പോൾ എളുപ്പമാക്കി തരും, അത്ഭുതം അവിടെ നടക്കും. ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മളെ സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ. അവർക്ക് തന്നെ ഉപകാരപ്പെട്ടിട്ട് ആ ഒരു സന്തോഷം എന്നോട് വന്ന് പറഞ്ഞിട്ടുമുണ്ട്. അധിക പേർക്കും ഞാൻ തുടർച്ചയായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദുആൻ്റെ വീട്ടിൽ ഒന്ന് ഇതാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളൊന്ന് ചെയ്ത് നോക്കും, ഒന്ന് നിരാശപ്പെടരുത്. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക, പഠിച്ച റബ്ബ് നമ്മളെ കൈവിടൂല. ആ ഒരു വിശ്വാസം നമ്മളെ ഉള്ളിൽ ഇത് ചെയ്യുമ്പോഴും ഉണ്ടാവണം. ആ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ദുആൻ്റെ വചനം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ഞാൻ പറഞ്ഞ ആ 2 സമയങ്ങളിൽ നിങ്ങൾ ഏത് സമയമാണോ നിങ്ങൾക്ക് ഉപകാരപ്പെടുക, അതായത് നിങ്ങൾ ഫ്രീ ആയി നിൽക്കുന്ന സമയം. ചില ആളുകൾ തഹജ്ജുദ് നമസ്കരിക്കുന്നവരാവില്ല, അങ്ങനെയുള്ളവർക്ക് മഗ്‌രിബിൻ്റെ മുന്നായിട്ട് ഈ കാര്യം ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ് തുടർച്ചയായിട്ട് 21 ദിവസം നിങ്ങളത് ചെയ്തു നോക്കുക. പഠിച്ച റബ്ബ് സ്വീകരിക്കട്ടെ. എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട്, നിങ്ങളെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിത്യേന സ്ത്രീകൾക്ക് മാത്രമായിട്ട് സ്വലാത്തിൻ്റെ മജ്‌ലിസ് നടന്നുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുന്നുണ്ട് മുടങ്ങാതെ. ആ ഒരു സ്വലാത്തിൻ്റെ മജ്‌ലിസിലും കൂടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ദുആൻ്റെ വചനം കൂടി ആവുമ്പോൾ 100% എനിക്ക് ഉറപ്പാണ് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറയാൻ കാരണം ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഉപകാരപ്പെട്ട് എന്നുള്ള കാര്യം എന്നോട് വന്നിട്ട് ഷെയർ ചെയ്തിട്ട് ആ ഒരു സന്തോഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇന്ന് നമ്മൾ തിബ്ബു സ്വലാത്ത് 41 തവണയാണ് ചൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരുപാട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ ഈ മജ്‌ലിസിൻ്റെ ഗ്രൂപ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് തിബ്ബു സ്വലാത്ത് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാവരും വരികൾ കേട്ട് എൻ്റെ കൂടെ ചൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുക. ദുആൻ്റെ മജ്‌ലിസൊക്കെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലില്ലാത്തവർ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഒരു വോയിസ് മെസ്സേജ് മാത്രം അയക്കുക, കോൾ ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് പഠിച്ച റബ്ബ് സ്വീകരിക്കട്ടെ. ഇനി ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഈ മജ്‌ലിസ് എത്തട്ടെ. പഠിച്ച റബ്ബ് നമ്മൾ വന്നു പോയ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു നിന്ന് എന്താണോ നമ്മുടെ ആവശ്യം, ആ ആവശ്യം അല്ലാഹു നിറവേറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വരികൾ നോക്കി എൻ്റെ കൂടെ ചൊല്ലിക്കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها
وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم.